അഴിമതി ആരോപണത്തെ തുടർന്ന് ചിന്നക്കനാൽ ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ബനേഷ് ഖാനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടറുടേതാണ് നടപടി. സെക്രട്ടറിയുടെ ചുമതലയുള്ള അസിസ്റ്റന്റ് സെക്രട്ടറി തൊഴിലുറപ്പ് പദ്ധതിയിലും മറ്റു പദ്ധതികളിലുമായി അഴിമതി നടത്തിയത് ചൂണ്ടിക്കാട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് NM ശ്രീകുമാർ പരാതി നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണ വിധേയമായി ഗണേഷ് ഖാനെ സസ്പെൻഡ് ചെയ്തത്. ചിന്നക്കനാൽ മുൻ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി മധുസൂദനൻ ഉണ്ണിത്താനെ സസ്പെൻഡ് ചെയ്തതിനു ശേഷം അസിസ്റ്റന്റ് സെക്രട്ടറി ആയിരുന്ന ബനേഷ് ഖാൻ സെക്രട്ടറിയുടെ അധിക ചുമതല നൽകിയിരുന്നു. പഞ്ചായത്തിന്റെ പദ്ധതി അനുസരിച്ച് വാങ്ങിയവയ്ക്ക് ഈ ടെൻഡർ സ്വീകരിച്ചിരുന്നില്ല. 5 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള പദ്ധതികൾക്ക് പോലും കൊട്ടേഷൻ ആയിരുന്നു ക്ഷണിച്ചിരുന്നത്. ലഭിച്ച കൊട്ടേഷൻ പഞ്ചായത്ത് കമ്മിറ്റിയിൽ വയ്ക്കുകയോ അംഗീകരിക്കുകയോ ചെയ്തിട്ടില്ല. സോളാർ സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിക്കൽ, മിനി ഹൈമാക്സ് ലൈറ്റ് സ്ഥാപിക്കൽ എന്നിവയ്ക്കായി വാങ്ങിയത് നിലവാരം കുറഞ്ഞ ഉപകരണങ്ങളാണ്. മാത്രവുമല്ല 500% അധിക നിരക്കിലുമാണ് സാധനങ്ങൾ വാങ്ങിയത്. ഇത്തരത്തിൽ ഇയാൾ നടത്തിയ അഴിമതി അക്കമിട്ട് നിരത്തി പദ്ധതിയുടെ പട്ടിക സഹിതം പഞ്ചായത്ത് പ്രസിഡന്റ് NM ശ്രീകുമാർ പരാതി നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർ ബനേഷ് ഖാനെ സസ്പെൻഡ് ചെയ്ത് ഉത്തരവിറക്കിയത്. അതേസമയം അഴിമതി ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. പഞ്ചായത്ത് പ്രസിഡന്റിനും അഴിമതിയിൽ പങ്കുണ്ടെന്ന ആരോപണമാണ് കോൺഗ്രസ് ഉന്നയിച്ചത്. എന്നാൽ കോൺഗ്രസിന്റെ ആരോപണം രാഷ്ട്രീയ മുതലെടുപ്പിന്റെ ഭാഗമെന്ന് തെളിഞ്ഞെന്നും തന്റെ പരാതിയിലാണ് നടപടിയെന്ന് ഉത്തരവിൽ വ്യക്തമാണെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് NM ശ്രീകുമാർ പറഞ്ഞു. കോൺഗ്രസ് പഞ്ചായത്ത് ഇലക്ഷന്റെ മുന്നിൽ കണ്ടുകൊണ്ട് നിരവധി പ്രാവശ്യം ഇതുപോലെ പഞ്ചായത്തിനെതിരെയും എനിക്കെതിരെയും ആക്ഷേപവും പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ പോലും ഞാൻ കൊടുത്ത പരാതിയിലാണ് സെക്രട്ടറിക്ക് ഇപ്പോൾ ഈ നടപടികൾ. പഞ്ചായത്തിൽ ഒരു വിധത്തിലുമുള്ള അഴിമതി അനുവദിക്കില്ലെന്നും അഴിമതിക്കെതിരായ പോരാട്ടം തുടരുമെന്നും ശ്രീകുമാർ വ്യക്തമാക്കി. സിറ്റി വിഷൻ, ചിന്നക്കനാൽ.